ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്. വറ്റൽമുളക് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതെടുത്താലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് മുഴുവൻ കുരുമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മസാല നമുക്ക് നന്നായിട്ട് തന്നെ ഈ മീനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആ വരഞ്ഞ് വെച്ചതിൻ്റെ അകത്തും മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മീനിലൊക്കെ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് ആ മീനിലേക്ക് പിടിക്കുള്ളൂ. ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് വെക്കണത്. അപ്പോൾ ഇതാ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ മീൻ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളെ മീൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മീൻ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.